അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പദ്ധതികൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം വിശുദ്ധ തിരുവെഴുത്ത് കൊണ്ടുവന്ന സകല ദൈവമക്കളും ദയവായി തുറക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പരസ്യമായി വായിക്കുന്നതായിരിക്കും. 1-ാം അധ്യായം 1-ാം വാക്യം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആമേൻ. 4 രാജാക്കന്മാരുടെ പേരുകൾ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുടങ്ങുമ്പോൾ താന് ദർശിച്ച ദർശനം ഈ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു എന്ന് യെശയ്യാവ് പറയുന്നു. 4 രാജാക്കന്മാരുടെ പേരുകൾ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. ആര് ഭരിച്ചാലും യെശയ്യാവ് പ്രവചിക്കും. ഹല്ലേലൂയ. ആര് നാട് വാണാലും ദർശനമുള്ളവൻ ദർശനം പ്രാപിച്ചിരിക്കും. ആര് നാട് ഭരിച്ചാലും പ്രവാചകൻ പ്രവചിച്ചിരിക്കും. ഭരിക്കുന്നതാരെന്നുള്ളതല്ല യെശയ്യാവിന് പ്രശ്നം, ദർശനം തരുന്നൊരു ദൈവമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കര ഉയർത്തി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ദേശത്ത് ആരധികാരം നടത്തിയാലും യഹോവ നിസി ദൈവസഭ അതിൻ്റെ നിലയിൽ ഉയരുമെന്ന് അഭിഷേകത്തോടെ എൻ്റെ കൈ ഉയർത്തി ഞാൻ ദൈവസഭയെ പ്രാരംഭ മുഖവരയിൽ അനുഗ്രഹിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് റോം ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ എംപയറിൻ്റെ തലതൊട്ടപ്പനായി വാണുകൊണ്ടിരുന്നത് നീറോയാണ്. നീറോ ഭരിച്ചിട്ടും പൗലൂസിനെ തൊടാൻ പറ്റിയില്ല. നീറോ കൽപ്പന പുറപ്പെടുവിച്ചിട്ടും അപ്പോസ്തലന്മാരെ തൊടാൻ പറ്റിയില്ല. അവർ രക്തസാക്ഷികളായത് എപ്പോഴാണെന്നറിയാമോ? അവസാനത്തെ അസൈൻമെൻറ്റും തീർത്തതിന് ശേഷമാണ് നീറോയ്ക്ക് പൗലൂസിനെ തൊടാൻ കഴിഞ്ഞത്. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നതിനൊപ്പം ഇന്ത്യ മഹാരാജ്യത്തേക്ക് എൻ്റെ കൈ ഉയർത്തി ഈ മെസ്സേജ് ഞാൻ ഇമ്പാർട്ട് ചെയ്യുകയാണ്. ഭരിക്കുന്നതാരെന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, നമ്മെ അഭിഷേകം ഏൽപ്പിച്ചവൻ വിശ്വസ്തൻ, നമ്മുടെ ഉള്ളിൽ ബേർഡൻ തന്നവൻ വിശ്വസ്തൻ. അവനത് ഫുൾഫിൽ ചെയ്യും. കർത്താവിൻ്റെ അഭിഷിക്തൻ യഹോവ നിസി ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ വർഷത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയും കൂടി നേടുക എന്നുള്ളതാണ്. യെസ് ഓർ നോ? ഒരാൾ മറ്റൊരാളെയും കൂടി രക്ഷയിലേക്ക് കൊണ്ടുവന്ന് സ്നാനത്തിലേക്ക് നയിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നടത്തി ഇതേ സഭയിൽ നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കത്തക്കവണ്ണം ദൈവം ഒരു കോള് കർത്തൃദാസൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നൽകിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാവിലെ അതൊന്ന് ഏറ്റു പറയാൻ കഴിയും? ഞാൻ ഒരാളെയും കൂടി നേടുക. കമാൺ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തിട്ട് പറ, ദൈവം നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ഗോള് ഓർമ്മയുണ്ടോ എന്നൊന്ന് ചോദിച്ചേ. ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞേ, ഞാൻ ഒരാളെയും കൂടി രക്ഷയിലേക്ക് കൊണ്ടുവരും. ഈ വർഷം ഇത് ഇരട്ടിയാകാൻ പോകുകയാ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാമ്പാടി ചർച്ചിൽ പറഞ്ഞു, നീറോ വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെ ഞാൻ നീറ് പോലിരിക്കുന്ന പലരും വിചാരിച്ച സുവിശേഷകനെ തൊടാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ധൈര്യമായിട്ട് മൂവ് ചെയ്യുക. ഒന്നും നിനക്ക് ദോഷം വരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. 4 രാജാക്കന്മാർ. 1 ഉസ്സിയാവ്, 2 യോഥാം, 3 ആഹാസ്, 4 ഹിസ്കിയാവ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലെ ഈ 4 രാജാക്കന്മാരുടെ വിശദീകരണങ്ങൾ ദൈവവചനം പറയുന്നത് നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. 26-ാം അധ്യായം, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം തുറന്നാട്ട് ഉസ്സിയാവിനെ പറഞ്ഞുകൊണ്ടാണ് 26-ാം അധ്യായം ആരംഭം കുറിക്കുന്നത്. 26-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്തം 26:1. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസ്സിയാവെ കൂട്ടിക്കൊണ്ടുവന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഉസ്സിയാവിന് 16 വയസ്സ് പ്രായം.
ഉസിയാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ അപ്പന് പകരം അവനെ രാജാവാക്കി എന്നുള്ളതാണ് 26-1 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നത്. വിശദീകരിക്കുന്നില്ല. വിശുദ്ധ തിരുവെടുത്ത് അറിയാവുന്ന ദൈവമക്കളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനാൽ അധിക വിശദീകരണത്തിന് മുതരാതെ ദൈവ ശബ്ദത്തിന് വേണ്ടി മാത്രം സമയം വേർതിരിക്കുന്നു. 16 വയസ്സെന്ന് പറയുമ്പോൾ അധികം മെച്ചുവർ പേഴ്സണാലിറ്റി ഉള്ള ഒരു സമയമല്ല. 16 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 +2 കുഞ്ഞുങ്ങൾ കാല് വെക്കുന്നൊരു സമയത്ത് ഒരു രാജ്യത്തിൻ്റെ ഭരണം 16-കാരനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഏറിയയാണെന്ന് സകല ദൈവമക്കളും ചിന്തിക്കുക. നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനായി പുതിയ ശിഷ്യനും അരുതെന്നൊരു വിശുദ്ധ തിരുവെടുത്ത് ബൈബിൾ പറയുന്നത് എത്ര അശ്ലാഘനീയമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. ഇന്ത്യൻ റിവൈവൽ ഇന്ത്യയിൽ ആദ്യമായി ഉണർവ് നടന്ന കാലത്ത് മഹാരാഷ്ട്രയിൽ, പൂനെയിൽ, ഖേഡ്ഗാവിൽ പണ്ഡിത രമാഭായി എന്ന് പറയുന്ന കർത്തൃദാസിയുടെ കാലത്ത് തൻ്റെ മിനിസ്ട്രിയാകുന്ന മുക്തി മിഷനിൽ ഏകദേശം 2000-ഓളം കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ 8 വയസ്സ്, 5 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സ് ഒക്കെ പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ 2000-ഓളം കുഞ്ഞുങ്ങൾ 8 വയസ്സും 10 വയസ്സും 12 ഒക്കെ എന്നാ മെച്യൂരിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിയുക. കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രായമുള്ള 2000-ഓളം കുഞ്ഞുങ്ങൾ ഇതുപോലെ വിശാലമായ ഒരു ഹോളിൻ്റെ അകത്ത് ഒരുമിച്ച് അണിഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആമേ മുക്തി മിഷനിൽ ഉണ്ടായി. ആ കർത്തൃദാസി അവരെ യോഹന്നാൻ്റെ സുവിശേഷം നന്നായി കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ കൊച്ചും പ്രായത്തിൽ. അന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ശിശു വിവാഹങ്ങളൊക്കെ ഒത്തിരി നടന്നുകൊണ്ടിരുന്ന ഒരു വല്ലാത്ത കാലമായിരുന്നു. നമ്മുടെ പഴയ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ അത്രയും ശോചനീയകരമാകുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരത്തിന് നമ്മുടെ രാജ്യം ഉടമകളായിരുന്നു. അതിൽ നിന്ന് ഇന്ത്യയെ വിമോചിപ്പിക്കപ്പെട്ട രീതിയിൽ കൊണ്ടുവന്നത് വില്യം ഗേറിയെ പോലെ, പണ്ഡിത രമാഭായിയെ പോലെയുള്ള ശക്തന്മാരുടെ അത്യധ്വാനങ്ങളായിരുന്നു. മറക്കാൻ കഴിയുകയില്ല. റോട്ടിൽ കൂടി ചോരയൊലിപ്പിച്ച് വരുന്ന 8 വയസ്സുള്ള പെൺകുട്ടി, 5 വയസ്സുള്ള പെൺകുട്ടി, 10 വയസ്സുള്ള പെൺകുട്ടി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഭർതൃഗൃഹത്തിൽ വെച്ച് വീട്ടുകാർ ഉപദ്രവിച്ച് വിട്ടതാന്ന് പറയുമ്പോൾ 8 വയസ്സുള്ളൊരു ഭാര്യ, 10 വയസ്സുള്ള ഭാര്യ, മനനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തകളെക്കാളെല്ലാം അപ്പുറമാണ്. അത്രയും പൈശാചികമായിരുന്നു പണ്ടത്തെ നമ്മുടെ ഭാരത സംസ്കാരം. അതിനെതിരെ അടരാടിയ മിഷണറി വീരന്മാരാണ് ഇന്ത്യയെ സംസ്കാര സമ്പന്നമായ ക്രൈസ്തവ അധിഷ്ഠിതമായൊരു മേഖലയിലേക്ക് വഴിതിരിച്ച് വിട്ടതെന്ന് പറഞ്ഞാൽ ചരിത്രം അതിന് ആമേൻ പറയും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ഈ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൂട്ടി അവരോട് യോഹന്നാൻ്റെ സുവിശേഷം എല്ലാം പഠിപ്പിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു മിഷണറി വനിത അവിടെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഒരു ദിവസം രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി 10 മണിക്ക് മുട്ടുമടക്കി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് 10, 11, 11, 12, 12, 1, 1, 2, 2, 3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അർദ്ധരാത്രിയോടടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ നടുവിൽ ഒരു ആത്മപകർച്ചയുണ്ടായി. ഒരു പെൺകുട്ടി നോക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പെൺകുഞ്ഞിൻ്റെ തലയിൽ തീ വെളിപ്പെട്ട് നിൽക്കുന്നത് കണ്ടു. ആ കൊച്ചു പേടിച്ചു പോയി. വേറൊരു കൊച്ചിൻ്റെ തലയ്ക്ക് മുകളിൽ തീയെ. ഈ കുഞ്ഞ് ഓടി ബാത്റൂമിലേക്ക് ചെന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിയെടുത്ത് ഓടി വരികയായി കുഞ്ഞിൻ്റെ തലയിൽ ഒഴിക്കാൻ. പക്ഷെ വെള്ളവുമായി വന്നപ്പോൾ കൊച്ചിൻ്റെ തലയിൽ തീ കാണുന്നില്ല. പിന്നെ അവിടെ കണ്ടത് ഈ കുഞ്ഞുങ്ങളെല്ലാം മുഴങ്കാലിൽ നിന്നുകൊണ്ട് കര ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന കാഴ്ചയാണ് ഈ കൊച്ചു കാണുന്നത്. ഈ കുഞ്ഞുങ്ങൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് വിളിക്കുക, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഉണർവയക്കണേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ രാജ്യത്ത് ഉണർവയക്കണേ, പരിശുദ്ധാത്മാവേ ആ ഉണർവ് ഇന്നയക്കണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? 18, 25, 35, 45, 50, 60, 70 വയസ്സുള്ള മെച്യൂരിറ്റി ഉള്ളവരല്ല. 8 വയസ്സ്, 10 വയസ്സ്, 5 വയസ്സ്, 12 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മെച്യൂരിറ്റി ഇല്ല എങ്കിലും മുതിർന്ന അവസ്ഥയല്ലെങ്കിലും അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിക്കുകയാ ഇന്ത്യൻ റിവൈവലിന് വേണ്ടി. ഈ കുഞ്ഞ് ഓടിച്ചെന്ന മിഷണറി വനിതയുടെ ഡോറിൽ ഒന്ന് മുട്ടി. എന്നിട്ട് ഈ കൊച്ച മിഷണറി വനിതയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആൻറ്റി ഓടി വരണം. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയിരിക്കുന്നു. 8 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ കൊണ്ട് ഇതാര് പറയിപ്പിച്ചു? വർഷം എത്രയായി നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അഭിമാനിക്കുന്നത്? എന്നിട്ട് ഈ ഒരു ആലോചന ആ കൊച്ചിൻ്റെ അകത്ത് വന്നെങ്കിൽ പണ്ടേ നമ്മുടെ ഉള്ളിൽ കത്തണ്ട തീയായിരുന്നു ആ തീ. ആന്റി ചോദിച്ചു എന്താ പറ്റിയേ? ആ കൊച്ചു പറയും, ആന്റി വന്നേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയിരിക്കുന്നു. ആ മിഷണറി വനിത വന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം
അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞു സ്തോത്രം ചെയ്യുകയാ. എന്ന കാര്യ പണ്ട് പത്രോസ് യോവേൽ പ്രവചിച്ച പ്രവചനം കടമെടുത്ത് മാളികമുറിയുടെ മുമ്പിൽ കൂടിയ ആയിരങ്ങളോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ പുത്രിമാർ, നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ പുത്രിമാർ. ഇന്ന് ഈ രണ്ടാം സെഷനിൽ നിങ്ങളുടെ ജനറേഷനിലേക്ക് ആത്മാവ് ചാട്ടുളി പോലെ വിരൽ ചൂണ്ടുകയാ. നിങ്ങളുടെ പുത്രനെയും പുത്രിയെയും പരിശുദ്ധാത്മാവ് കൈയൊഴിയുകയില്ല. നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. ചർച്ചിന്റെ അകത്ത് സകല കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിക്കാൻ പോകുകയാ. സകല കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിക്കാൻ പോകുകയാ. സകല കുഞ്ഞുങ്ങളും അന്യഭാഷ പറയാൻ പോകുകയാ. അവരങ്ങനെ പ്രാപിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പ്രാപിച്ച മാതാപിതാക്കന്മാർ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുകയും അന്യഭാഷ പറയുകയും അവരുടെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം വരണം. നിന്റെ മെച്ചൂരിറ്റി കൊണ്ട് പരിശുദ്ധാത്മാവിനെ പറപ്പിച്ച് വിടരുത്. നിന്റെ മുതിർന്ന അവസ്ഥ കൊണ്ട് അഭിഷേകത്തെ തട്ടിക്കളയരുത്. നിന്റെ മെച്ചൂരിറ്റിയോ വചന പരിജ്ഞാനമോ കൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ നീ തട്ടിക്കളയരുത്. അധികം മെച്ചൂരിറ്റി ഇല്ലെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൈ ഉയർത്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ കെൽപ്പുള്ള ദൈവസഭ എന്നോട് ചേർന്ന് കരമുയർത്തി ഒരിക്കലൊന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, വിളിച്ചേ പരിശുദ്ധമാവേ, പരിശുദ്ധമാവേ, പവിത്രാത്മാ, പരിശുദ്ധ ആവിയാനവരെ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. അസാധാരണമായ ആത്മപകർച്ച 2026 പാറശാല സഭയ്ക്കകത്ത് നടക്കാൻ പോകുകയാ. അടുത്ത ഒരാത്മാവിന്റെയും കൂടി കെട്ടുപൊട്ടിക്കാൻ നിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ പവർ തീ പോലെ ദൈവം അയക്കുകയാ. എന്തോ ദൈവാത്മാവെന്നെ തൊടുന്നത് ഞാൻ അറിയുന്നു. എവിടെയെല്ലാം ഉണർവുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം തീ കണ്ടിട്ടുണ്ട്, അവിടെയെല്ലാം തീ കണ്ടിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ അല്ലായിരുന്നു, അത് ഒറിജിനൽ ആയിരുന്നു. യാന്ത്രികമല്ലായിരുന്നു, അത് ഒറിജിനൽ ആയിരുന്നു. യഹോവ നിസി ദൈവസഭയ്ക്കകത്തിറങ്ങുന്ന പരിശുദ്ധാത്മാവ് ഇത് ഇറക്കുകയല്ല, ദാഹമുള്ള സ്ഥലത്ത് പെയ്തിറങ്ങുകയാണ്. ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ ആലയത്തിന്റെ അകത്തിരുന്ന് ആവലോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ നടുവിൽ പെയ്തിറങ്ങുന്ന മാരി അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ പ്രാപിക്കാൻ തയ്യാറുള്ള ദൈവമക്കളുള്ള ദൈവസഭ അവൻ പെയ്തിറങ്ങട്ടെ. ഒന്നുകിൽ നദി പോലെ, ഇല്ലെങ്കിൽ കാറ്റ് പോലെ, അല്ലെങ്കിൽ തീ പോലെ. പരിശുദ്ധാത്മാവ് തീയല്ല, തീ പോലെ. പരിശുദ്ധാത്മാവ് കാറ്റല്ല, കാറ്റ് പോലെ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഉണർവയക്കണേ. ആ ഉണർവ് ഇന്നയക്കണേ. ഞങ്ങൾക്ക് വീണ്ടും ആത്മാക്കളെ വേണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കിട്ടും തോറും വീണ്ടും വീണ്ടും കിട്ടുവാൻ ദാഹിക്കുന്ന സഭ, ആത്മാവിൽ ദാരിദ്ര്യമുള്ള സഭ. പിന്നെ വേണം, പിന്നെ വേണം ആത്മാക്കളെ, പിന്നെ വേണം. ഒരാൾ മറ്റൊരാളെയും കൂടി വേണം. Come on. ഇതൊരു ട്രാൻസ്ഫോർമേഷന്റെ സമയമാണ്, ട്രാൻസ്ഫോർമേഷന്റെ സമയമാണ്. ഈ ഫസ്റ്റ് സൺഡേ യഹോവ നിസി ദൈവസഭ മാത്യു ചാപ്റ്റർ 17 പോലെ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് ആയി മാറട്ടെ, ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് ആയി മാറട്ടെ. Come on. ലൈറ്റോറിയ മശംതലയ ബഖന ലൈ ഹർദി മിസിറ്റികി ബിഹ അജസമ ഹദരി ബിഗ ബൗഷമദ ഹദിനി ലട്ടി 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 ബഖാശി. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ആത്മപകർച്ച വന്നാൽ അതിൻ്റെ ഉത്തരവാദി ആരാന്നറിയാമോ? ഇവിടെ വന്നിരിക്കാതെ മാറി പ്രാർത്ഥിക്കാൻ ദൈവദാസൻ ഏൽപ്പിച്ചിരിക്കുന്ന കുറച്ച് ദൈവമക്കൾ മാറിയിരിപ്പുണ്ട്. അവരാണ് പ്രാർത്ഥനയിൽ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ മീറ്റിങ്ങിൻ്റെ ദൈവശക്തി അനുഭവിക്കുന്നില്ല, അവർ ഈ വചനം കേൾക്കുന്നില്ല, അവരിതൊന്നും അറിയുന്നില്ല. പക്ഷെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. ഇതിൻ്റെ അകത്ത് ഉണർവ് അയക്കണം, ഈ സെഷനിൽ ആത്മപകർച്ച അയക്കണം, ഇതിൻ്റെ അകത്ത് ദൈവശക്തി അയക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആരെല്ലാം പ്രാർത്ഥിക്കുന്നോ അവരുടെ തലമുറകൾ ഇതിനേക്കാൾ അഭിഷിക്തരായി മാറട്ടെ. അവരുടെ വീട്ടിൽ അസാധാരണമായ റിവൈവൽ നടക്കട്ടെ.
ഏതുണർവും വെളിപ്പെട്ടത് ആമേൻ പ്രാർത്ഥനയിലാണ്, പ്രാർത്ഥനയില്ല. 2 സഹോദരിമാരോട് പരിശുദ്ധ അമ്മാവ് പറഞ്ഞു, ലോസ് ആഞ്ചലസിൽ കാലിഫോർണിയയിൽ ആമേൻ അസൂസ എന്ന് പറയുന്ന സ്ട്രീറ്റിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് പോയി പ്രാർത്ഥിച്ചോളാൻ മാസങ്ങളോളം 2 സഹോദരിമാർ പോയിരുന്ന് ആമേൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ പകർച്ച വെളിപ്പെടണ, നീ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വന്നിരിക്കുകയാ. കർത്തൃദാസനോട് ദൈവം പറഞ്ഞ സ്ഥലത്താണ് ദൈവമക്കൾ വന്നിരിക്കുന്നത്. ദൈവം പറഞ്ഞ സ്ഥലത്ത് വന്നാൽ അവിടെ ഉണർവുണ്ടായിരിക്കും. ചില നീണ്ട മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്തൃദാസൻ വില്യം ജെ സൈമോർ എന്ന ദൈവദാസന്റെ അകത്ത് ആത്മാവിൻ്റെ ചലനമുണ്ടായി. ആ വില്യം ജെ സൈമോർ തൻ്റെ ലീഡറായിരിക്കുന്ന ചാൾസ് പെർഹാം എന്ന് പറയുന്ന കർത്തൃദാസനോട് ആമൻ ഓർച്ചഡ് എന്ന് പറയുന്ന ഹൂസ്റ്റണിലെ സ്ഥലത്ത് ഒരു കൊച്ചു ബൈബിൾ കോളേജ് ഉണ്ട്, ഒരു ബൈബിൾ സ്കൂളുണ്ട്. 6 മാസത്തെ ക്ലാസ് ആണുള്ളത്. സാർ, എനിക്കൊന്ന് ബൈബിൾ സ്കൂളിൽ പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. സാറിൻ്റെ ബൈബിൾ സ്കൂളിൽ എന്നെ പഠിപ്പിക്കുമോ? താൻ പറഞ്ഞു, യെസ്, നീ എൻ്റെ ശിഷ്യനാണ്, നിനക്ക് ഞാൻ അഡ്മിഷൻ തരാൻ വരാൻ പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം, ബ്ലാക്സും വൈറ്റ്സും ഒരുമിച്ചിരുന്ന് പഠിക്കുക അന്ന് സാധ്യമല്ലായിരുന്നു. ചാൾസ് പെർഹാം പറഞ്ഞു, ആമേൻ വില്യം, ഒരു ചെറിയ നിയമപ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നീ ബ്ലാക്കാണ്, ബ്ലാക്സിന് ഒരിക്കലും വൈറ്റ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ ഒക്കുകയില്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, നിനക്ക് അഡ്മിഷൻ തരാൻ കഴിയുകയില്ല. ഉടനെ വില്യം ജെ സൈമൂർ പറഞ്ഞു, സാർ സാരമില്ല, സാരമില്ല, എനിക്ക് അഡ്മിഷൻ വേണ്ട. പക്ഷെ ക്ലാസ് നടക്കുമ്പോൾ ഞാൻ പുറത്ത് നിന്ന് കേട്ട് പഠിച്ചോളാം. അകത്ത് സീറ്റ് വേണ്ട, പക്ഷെ ഞാൻ പുറത്ത് നിന്നേ ആ ജനലിൽ കൂടി വചനം കേൾക്കുമല്ലോ, ഞാൻ കേട്ട് പഠിച്ചോളാം. പുറത്ത് നിന്ന് കേട്ട് പഠിച്ചവനെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. ഇന്ന് പകൽ ഞാൻ ദൈവ സാന്നിധ്യത്തിൽ കൈമാറട്ടെ. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കുലത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ പലതിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് പിശാച് താണ്ഡവ നൃത്തം ചവിട്ടുമ്പോൾ ഇന്ന് രാവിലെ ദൈവം പറയുകയാ, നിന്നെ റിജക്റ്റ് ചെയ്തവരുടെ മുമ്പിൽ നീ സെലക്ട് ാണെന്ന് കാണിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽ പരിശുദ്ധമാവ് നിന്റെ മേൽ പകരുകയാ. ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. കമാൺ. ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. ആ കർത്തൃദാസനോട് ദൈവം പറഞ്ഞ അസൂസയിൽ പോയി വീടെടുത്ത് താമസിച്ചു പ്രാർത്ഥിക്കുക. അങ്ങനെ ആ കർത്തൃദാസൻ അസൂസയിൽ ചെന്ന് ബോണി ബ്രേ എന്ന് പറയുന്നൊരു വീട് അദ്ദേഹം റെന്റ് ചെയ്ത് താമസിച്ചു പ്രാർത്ഥിക്കുന്നു. ആ വീടിന് ഓപ്പോസിറ്റ് അതിനു മുമ്പേ 2 സഹോദരിമാർ വന്ന് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ എന്തിനിത് പറഞ്ഞെന്നറിയാമോ? കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. പ്രസംഗം ഉണർവ് കൊണ്ടുവന്നിട്ടില്ല ഇന്ന് വരെ. ഉണർവ് കൊണ്ടുവന്നത് പ്രാർത്ഥനയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാത്തവർ സഭയ്ക്ക് അപകടമാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയുള്ളവൻ പിശാചിൻ്റെ മുമ്പിൽ അപകടകാരിയാണ്. ഒന്നുകൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമില്ലാത്ത വ്യക്തി സഭയ്ക്ക് അപകടം വരുത്തും. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, വ്യക്തിപരമായ പ്രാർത്ഥനയുള്ളയാൾ പിശാചിൻ്റെ ലോകത്തൊരു ഡേഞ്ചറസ് പേഴ്സണാണ്. ഈ വർഷം ഈ ദൈവസഭ പിശാചിൻ്റെ ലോകത്ത് ഡേഞ്ചറസ് ആയിരിക്കും. കമാൺ, എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിയുക? ഞാൻ അപകടകാരിയാണ്. ആർക്ക്? പിശാചിന്റെ ലോകത്തിന്. അന്ന് അസൂസായിൽ തീ വെളിപ്പെട്ടു. വെയിൽസിൽ ഇവാൻ റോബർട്ട്സിന്റെ കാലത്ത് മോറിയ സ്കൂളിന്റെ മുകളിൽ തീ വെളിപ്പെട്ടു. എവിടെയെല്ലാം ഉണർവ് സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തീ ഉണ്ടായിട്ടു. മറക്കാതിരിക്കാമെങ്കിൽ ഓർത്തു വെച്ചു, പണ്ഡിത രമാഭായിയുടെ ഹൈറ്റ് ജസ്റ്റ് 4 feet, 4 അടി പൊക്കമേ പണ്ഡിത രമാഭായിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉണർവിന് വേണ്ടത് ഹൈറ്റ് അല്ല, പവറാണ്. ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. കമാൺ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
നമ്മൾ പറയുന്നതൊന്നുമല്ല ഉണർവിന് വേണ്ടത്. ദൈവം നിന്നെ ഉണർവിന് കണ്ടിരിക്കുന്നത് കൊണ്ട് നിൻ്റെ കളറോ നിൻ്റെ ഹൈറ്റോ ഇതൊന്നും തമ്പുരാൻ നോക്കുന്നില്ല. ഇതെല്ലാം മനുഷ്യൻ നോക്കുന്ന പുറമെയുള്ളതാണ്. പക്ഷെ നിൻ്റെ മൺപാത്രത്തിൻ്റെ അകത്ത് പ്രാർത്ഥനാ മുറിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതുപോലെ സ്വീകരിച്ച ഒരാൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങൾ ഉണർവിനുള്ള വ്യക്തിയാണ്. 3 ലൈൻ ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി കൈമാറിയിട്ട് 26-ാം അധ്യായത്തിലേക്ക് വരാം. നമ്പർ 1, ചില വ്യക്തികൾ ഉണർവിനുള്ളവരാണ്. നമ്പർ 2, ചില സഭകൾ ഉണർവിനുള്ളതാണ്. നമ്പർ 3, ചില സ്ഥലങ്ങൾ ഉണർവിനുള്ളതാണ്. ഇത് 3ഉം നിങ്ങളുടെ മനസ്സിൽ സ്റ്റാമ്പാകണം. നമ്പർ 1, ചില വ്യക്തികൾ ഉണർവിനുള്ളവരാണ്. നമ്പർ 2, ചില സഭകൾ ഉണർവിനുള്ളതാണ്. നമ്പർ 3, ചില സ്ഥലങ്ങൾ ഉണർവിനുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ചില വ്യക്തികൾ അതിൽ നിങ്ങളുണ്ട്. ഉറപ്പുണ്ടെ പറഞ്ഞാൽ ഉണർവിനുള്ള ഒരാളാണ്. ചില സഭകൾ, നമ്മുടെ സഭ ഉണർവിനുള്ളതാണ്. എല്ലാ കൈ ഉയർന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ സഭ ഉണർവിനുള്ളതാണ്. അങ്ങ് പറ, തീർത്ത് പറ, എൻ്റെ സഭ ഉണർവിനുള്ളതാണ്. ഹല്ലേലൂയ. നമ്പർ 3, ചില സ്ഥലങ്ങൾ. അതെ, ഈ സ്ഥലം ഉണർവിനുള്ള സ്ഥലമാണ്. ഈ സ്ഥലം ഉണർവിനുള്ള സ്ഥലമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ സ്ഥലം ഉണർവിനുള്ള സ്ഥലമാണ്. കനാന്യനെ, ഹിത്യനെ, ഹിവ്യനെയും പെരിസ്യനെയും യെബൂസ്യനെയും അമ്മോന്യരെയും ഒക്കെ ആട്ടിപ്പായിച്ചിട്ട് തമ്പുരാൻ മാറ്റിയിട്ടിരിക്കുന്ന മണ്ണ്, അതിൽ പാലും തേനും ഒഴുകും കാര്യ, അത് ദൈവത്തിൻ്റെ. 26-ാമത്തെ അധ്യായത്തിൽ ഉഷിയാവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ഉഷിയാവ് ആലയത്തിൽ കയറി ധൂപം കാട്ടിയ കാര്യമൊക്കെ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ഈ പ്രായം 16 ഉള്ളൂ. ഈ പ്രശ്നം അതാണ്. അധികാരം ഉണ്ടെങ്കിലും വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പുള്ളിനെ സഖരിയാവെന്ന് പറയുന്നൊരു കക്ഷി ഉപദേശിച്ചിരുന്നു. ആ സമയത്തൊക്കെ പുള്ളി യഹോവയെ അന്വേഷിച്ചിരുന്നു. ഉപദേശിക്കാൻ ഈ ആളില്ലാതെ വന്നപ്പം പുള്ളി യഹോവയെ അന്വേഷിച്ചിട്ടുമില്ല. യഹോവയെ അന്വേഷിച്ച കാലത്തെല്ലാം യഹോവ അവന് അഭിവൃദ്ധി കൊടുക്കുകയും ചെയ്തു. ഇവിടെയാണ് മെച്യൂരിറ്റിയുടെ ആവശ്യം. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14:20 14:20 ബി മെച്യൂർ 14:20. പക്ഷെ 14:18 വായിക്കുന്ന നിങ്ങൾ എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. 18 പേഴ്സണൽ പ്രെയറാണ്, അധിക സമയം അന്യഭാഷ. 20 മെച്യൂരിറ്റി. ഒത്തിരി സമയം ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന ആത്മാവിൻ്റെ മെച്യൂരിറ്റി. പ്രായമല്ല മെച്യൂരിറ്റി, പ്രായം ഒരു നമ്പർ മാത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ മെച്യൂറാക്കി മാറ്റിയെടുക്കുന്ന അനുഭവിക്കുന്ന ഒരു ദൈവമക്കൾക്കറിയാം. അവരുടെ ഡീലിങ്സ് കാണുമ്പോൾ അറിയാം ആൾ മെച്യൂറാണോ. വിസ്താര ഭയത്താൽ ഞാൻ നിർത്തുന്നു. എന്നാൽ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി മാറിയത് ദൈവവചനത്തിൽ വായിക്കുന്നു. ഇനി 26-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. 21-ാമത്തെ വാക്യം. അങ്ങനെ ഉസിയ രാജാവ് അതെ ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അടുത്തത്, അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. ഈ 4 രാജാക്കന്മാരും ആലയത്തോട് ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം നടന്നവരാണ്. ഈ 4 രാജാക്കന്മാരും. ആ 4 പദങ്ങളും 4 വാക്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 1, ഉസിയാവ് കുഷ്ഠരോഗി ആയതുകൊണ്ട് അവൻ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായി എന്ന് വെച്ചാൽ അവൻ ആലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നോക്കിക്കേ, ആലയത്തിൽ നിന്ന് അവൻ നിർബന്ധിക്കപ്പെടുക, പുറത്താക്കപ്പെടുവാൻ. കാര്യം, കുഷ്ഠരോഗിക്ക് ആലയത്തിൻ്റെ അകത്ത് സ്ഥാനമില്ല. അതിപ്പം രാജാവാണെങ്കിലും ശരി പുറത്തു പോയേ പറ്റുള്ളൂ. ക്രൈസ്തവ മേഖലകളിൽ ധാരാളം കൗൺസിലുകൾ നടന്നത് ചർച്ച് ഹിസ്റ്ററി പഠിക്കുന്ന ദൈവമക്കൾക്ക് ഒരുപക്ഷെ അല്പമെങ്കിലും അറിയുവാൻ സാധ്യതയുള്ളതാണ്. ക്രിസ്തീയ ചരിത്രത്തിലെ പ്രധാനവും പ്രഥമവുമായ കൗൺസിൽ നടന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ലാണ്. അത് ജെറൂഷലേം കൗൺസിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് യാക്കോബും ഷീമോനും ഒക്കെയാണ്. കാരണം അന്നത്തെ യഹൂദ പാരമ്പര്യം സഭയ്ക്കകത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അന്നത്തെ ശുദ്ധരക്തമുള്ള യഹൂദന്മാർ ഒരുമിച്ച് പയറ്റിയത് ബർന്നബാസും പൗലൂസും അറിഞ്ഞ് ഫസ്റ്റ് മിഷൻ ജേണി കഴിഞ്ഞ് വന്ന് യെറൂശലേമിലെ ലീഡേഴ്സിനോട് കാര്യം സംസാരിച്ച് അവർ വിളിച്ചു കൂട്ടിയതാണ് ആദ്യത്തെ ജെറൂശലേം സുനഗദോസ് അല്ലെങ്കിൽ ജെറൂശലേം കൗൺസിൽ. അതിൻ്റെ അകത്ത് അവർ ഒരു നിയമം പാസ്സാക്കി. അങ്ങനെ വാമൊഴിയാലും വരമൊഴിയാലും കാര്യങ്ങൾ ഗ്രഹിപ്പിച്ച് പ്രവാചകന്മാരായ യൂദായുടെയും ശീലാസിൻ്റെയും കയ്യിൽ കത്ത് കൊടുത്തു വിട്ട് സഭയെ ഉറപ്പിച്ചതാണ് 15-ാമത്തെ അധ്യായം. അതിനുശേഷം
ക്രിസ്തീയ ചരിത്രത്തിൽ പല കൗൺസിലുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ ടർക്കിയിൽ ചെല്ലുന്ന സമയത്ത് ടർക്കി ക്രിസ്ത്യാനിത്വത്തിൻ്റെ വേരുകൾ തേരോടിയ നാടുകളാണ്. ഞാൻ അപ്പോസ്തല പ്രവൃത്തി പഠിക്കാൻ വേണ്ടി മാത്രം മരിപ്പച്ച ടീമിൻ്റെ കൂടെ പല പ്രാവശ്യം പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ ദൈവം അവസരം തന്നു. ഗ്രീസിലും ഇറ്റലിയിലും ടർക്കിയിലും പത്മോസ് ഐലൻഡിലും ഒക്കെ യാത്ര ചെയ്തു, ഒന്നിലധികം പ്രാവശ്യം. അത് പഠനാർത്ഥം മാത്രമാണ്. കർത്തൃദാസൻ പാസ്റ്റർ ആച്ചങ്കുഞ്ഞെല്ലന്തൂർ എന്നെ നിർബന്ധമായി കൂട്ടിക്കൊണ്ടുപോയ ഒരു യാത്രയായിരുന്നു അത്. ഞാൻ അങ്ങനെ ടർക്കി വിസിറ്റ് ചെയ്ത സമയത്ത് ചരിത്രത്തിൻ്റെ ചില താളുകൾ, അവിടെ സെനാറ്റോ സെറായി എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാൻ കഴിയും. അതുപോലെ നിഖിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ക്രിസ്തീയ ദൈവാലയം കാണാൻ കഴിയും. ഇത് രണ്ടും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കൗൺസിലുകൾ നടന്ന സ്ഥലങ്ങളാണ്. ആദ്യത്തെ കൗൺസിൽ അവിടെ വിളിച്ചു കൂട്ടിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. കുസ്തന്തിനോസ് ചക്രവർത്തി ക്രൂശിന്റെ ദർശനം കണ്ട് അന്ന് വിളിച്ചുകൂട്ടി. ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ആ കൗൺസിലിന് ചരിത്രമിട്ടിരിക്കുന്ന അപരനാമം എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ സമ്മേളനമാണ്. രക്തസാക്ഷികളുടെ സമ്മേളനം. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ രക്തം ചിന്തി മരിച്ചവരാണ്. പക്ഷേ അന്നത്തെ കൗൺസിലിൽ വന്നത് 300-ലധികം ദൈവദാസന്മാർ പല രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്നു. ആ വന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു. ഒന്നുകൂടെ പറയുന്നു, എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു. ചിലർക്കൊരു കൈയില്ല, ചിലർക്ക് വിരലുകളില്ല, ചിലർക്കൊരു കാലില്ല, ചിലർക്കൊരു കാതില്ല. ഇരുമ്പ് ദണ്ണ് പഴുപ്പിച്ച് മരത്തിൽ കെട്ടിയിട്ട് ഒരു കൈ ഇങ്ങനെ ഉരുക്കി 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 അസ്ഥി മുഴുവൻ തകർത്ത് ഒറ്റക്കയ്യനായി വന്ന ഒത്തിരി ദൈവദാസന്മാർ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ദൈവദാസൻ ജോൺ എന്ന പേരുള്ള ഒരു കർത്തൃദാസൻ ആ സുന്നഹദോസിൽ സംബന്ധിച്ചിരുന്നു. രക്തസാക്ഷികളുടെ സമ്മേളനം. വേലക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ നോക്കിയപ്പോൾ ആ പള്ളിയുടെ ഒരു മൂലയിൽ താഴെ മാറിയിരിക്കുന്ന ചക്രവർത്തിയെ രാജാവിനെ അവർ കണ്ടിട്ട് ചോദിച്ചു, സാർ വന്നൊന്ന് ആരംഭം കുറിക്കാമോ പ്രാർത്ഥിച്ച് നമ്മുടെ മഹായോഗ. അദ്ദേഹം പറഞ്ഞു, രാജ്യം ഭരിക്കാനുള്ള കഴിവേ എനിക്കുള്ളൂ, ആലയം ഭരിക്കാനുള്ള വിളി എനിക്കില്ല. ഉസിയാവിനില്ലാത്ത ബോധം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. ആലയം ഭരിക്കാനുള്ള, ആലയത്തെ ശുശ്രൂഷിക്കാനുള്ള കൃപ എനിക്കില്ല, എനിക്ക് രാജ്യം ഭരിക്കാനേ ഉള്ളൂ. ഉസിയാവ് ആലയത്തിൽ ഒന്ന് കയറി തൊട്ടതാണ് കുഷ്ഠരോഗിയായി താൻ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായി. 2 യോഥാമിനെ കുറിച്ച് 27 അധ്യായം വളരെ പെട്ടെന്ന് തുറക്കുക. 27 അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2-ാമത്തെ വാക്യം 27:2. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, തന്റെ അപ്പനാകുന്ന ഉസിയാവ് ആലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ യോഥാമിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ആലയത്തിലോട്ട് കടന്നില്ല. ഒരു ഭാഗം പറഞ്ഞാൽ അവൻ കടന്നില്ലെന്നേ ഉള്ളൂ, കടക്കേണ്ടവർക്ക് അവൻ തടസ്സമായില്ല. സ്തോത്രം 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 സ്തോത്രം. അവൻ കടന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവന്റെ ലൈഫ് അവൻ കളഞ്ഞു, പക്ഷെ വേറെ ആരെയും അവൻ ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ ആഹാസിനെ കുറിച്ച് വായിക്കുന്നത് 28 അധ്യായം 28-24 വായിച്ച്. 28-24. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. അടുത്തത്, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ്. ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യോഥാം ചെയ്തത് ആലയത്തിലേക്ക് കടന്നില്ല. എന്നാൽ ആഹാസ് ചെയ്തത്, ഞാനും കടക്കുന്നില്ല, മറ്റാരും കടക്കുകയും വേണ്ട. സ്തോത്രം സ്തോത്രം സ്തോത്രം. കെട്ടിന്ന് അഴിയാൻ പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കെട്ട് അഴിയാൻ പോവാണ്. യഹോവ നിസി ആലയം തുറന്നിട്ടിരിക്കുകയാണ്. ഒരാത്മാവിനെയും കൂടി നേടുക എന്നുള്ള അസൈൻമെന്റ് ഈ ആണ്ടിൻ്റെ 1-ാം തീയതി കർത്താവ് തൻ്റെ ജനത്തിൻ്റെ കയ്യിൽ തന്നെങ്കിൽ കടക്കാതിരിക്കത്തക്കവണ്ണം തടയുന്ന ആഹാസിൻ്റെ പവറിനെ ദൈവസഭ ആത്മാവിൽ ക്യാൻസൽ ചെയ്യണം. ആൽബിനോ ഹസ്തനാഥന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കടക്കാതിരിക്കുന്ന, കർത്താവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വരുവാൻ വഴി തുറക്കാതിരിക്കുന്ന ആഹാസിൻ്റെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം.
ഒരിക്കൽ സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അകത്ത്, കർത്താവേ, നിങ്ങൾ പ്രത്യാശ വെക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. ശ്രദ്ധിക്കുക പദങ്ങൾ. നിങ്ങൾ പ്രത്യാശ വെക്കുന്നവർ, നിങ്ങൾ പ്രത്യാശ വെക്കുന്നവർ. ഞാൻ കാരണം, എൻ്റെ സ്വഭാവം കാരണം, എൻ്റെ വാക്കുകൾ കാരണം, എൻ്റെ ഇടപെടൽ കാരണം അവർ ഒരിക്കലും ലജ്ജിച്ചു പോകരുത്. പെന്തക്കോസ്തിൻ്റെ അകത്ത് വന്ന് ആരാധിക്കുന്ന ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും നിർബന്ധമായും 5-ാമത്തെ സുവിശേഷം നമ്മളാണെന്ന് ചിന്തിക്കണം. 1-ാം സുവിശേഷം മത്തായി, പിന്നെ മർക്കോസ്, പിന്നെ ലൂക്കോസ്, പിന്നെ യോഹന്നാൻ, പിന്നെ ഒരു സുവിശേഷം ഉണ്ടെങ്കിൽ അത് ഞാനാണ്. എൻ്റെ പ്രസംഗമല്ല എൻ്റെ സുവിശേഷം, ഞാൻ തന്നെയാണ് സുവിശേഷം. എന്നെ കണ്ട ഒരാൾ യേശുവിനെ കാണുന്നില്ല എങ്കിൽ അത് യേശുവിൻ്റെ കുഴപ്പമല്ല, അത് എൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തോട് പറയണം, 2026 കർത്താവേ, ഞങ്ങൾ പാടുന്നത് പോലെ യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ എൻ്റെ ചർച്ചിൽ ചലഞ്ച് ചെയ്യും. മരണത്തിന് മുമ്പ് നിങ്ങളെ അറിയാത്ത ഒരാൾ, നിങ്ങളെ ആദ്യമായി കാണുന്ന ഒരാൾ ആദ്യമായി കണ്ടിട്ട് പറയണം, നിങ്ങളെ കണ്ടിട്ട് യേശുവെ കാണുന്ന പോലെ തോന്നുന്നു, നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ യേശു ഉള്ളതുപോലെ തോന്നുന്നു എന്ന് നിങ്ങളെ ആയുസ്സിൽ അറിയാത്ത ഒരാൾ ആദ്യമായി കാണുമ്പോൾ പറയാൻ ഒരു സാക്ഷ്യമുണ്ട് എങ്കിൽ ഉറപ്പാ ആ വ്യക്തിയാണ് ആത്മീകൻ. എന്നോട് ചേർന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞ്, യേശുവേ, അങ്ങേ പോലെയാകുവാൻ, അങ്ങയുടെ മനോഭാവമുള്ളവരായി മാറുവാൻ എനിക്കൊരു കൃപ തരണമേ കർത്താവേ. യോഥാം ആലയത്തിൻ്റെ അകത്തേക്ക് കടന്നില്ല എന്ന് വെച്ചാൽ ആർക്കും കടക്കാം താൻ ഒരു തടസ്സമല്ല. എന്നാൽ ആഹാസ് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തവനാണ്. ആഹാസ് എന്ന് വെച്ചാൽ ആലയത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ അനുവാദമില്ല. നിങ്ങൾ ഇന്ന് UP-യിൽ ചെല്ലുക, ഛത്തീസ്ഗഡിൽ ചെല്ലുക. നമ്മുടെ സഭ മിഷൻ ഓറിയൻറ്റഡ് ചർച്ചാണല്ലോ. നോർത്ത് ഇന്ത്യൻ വയലുകളിൽ ഒത്തിരി അധ്വാനിക്കുകയും അധ്വാനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും മുറിവേറ്റവരുടെ മനസ്സ് തണുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലീഡറും കോവർക്കേഴ്സും സഭയുടെയും മുമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. 10,000 പേർ, 20,000 പേർ, 15,000 പേർ, 500 പേർ, 1000 പേർ ഒക്കെ ആരാധിച്ച UP-യിലെ സഭകൾ മുഴുവൻ ആഹാസ അടച്ചു കളഞ്ഞു. ബാൻ ചെയ്തു. തുറക്കാനൊക്കത്തില്ല. 5 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ഇത് ആഹാസിൻ്റെ കാലമാണ്. ആലയത്തിൻ്റെ വാതിൽ അടപ്പിക്കാൻ ശ്രമിക്കുന്ന കാലം. തുറക്കാം, പക്ഷേ എഗ്രിമെൻറ്റോടുകൂടെ. എന്ത് എഗ്രിമെൻറ്റ്? ദൈവസഭയ്ക്ക് മാമോനുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഇല്ല. ദൈവമക്കൾ സൂമിലും ഓൺലൈനിലും ഒക്കെ അതാത് സ്ഥലങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 30,000-ഓളം പേർ ഒന്നിച്ചാരാധിച്ച UP-യിലെ ആലയം അവർ വന്ന് അടച്ചു. എല്ലാം അടച്ചു. അലഹബാദിലെ ആലയങ്ങൾ അവർ അടച്ചു. റായ്പൂരിലെ ആലയങ്ങൾ അടച്ചു. ഭിലായിലെ ആലയങ്ങൾ അടച്ചു. പക്ഷെ മറക്കരുത്, ഇതിൻ്റെ അകത്ത് ആരാധിച്ച ദൈവമക്കൾ വേദനയോടെ വീടുകൾക്കകത്തിരുന്നു സ്തോത്രം ചെയ്യുന്നുണ്ട്. അവരുടെ പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. മറക്കരുത്, ഫറവോനെ കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് കുഞ്ഞിക്കാലുകൾക്ക് പിടിച്ച് കറക്കി നൈൽ നദിയുടെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ നൈൽ നദി കൈ നീട്ടിയ കുഞ്ഞുങ്ങളെ വാങ്ങി ആ ശ്വാസം മുഴുവൻ വെള്ളത്തിൽ നിലച്ചു പോകുമ്പോൾ തമ്പുരാൻ അന്നേ തീരുമാനിച്ചു, എടാ ഫറവോനെ, ശ്വാസം മുട്ടി മരിക്കുന്നതിൻ്റെ സുഖം എന്താണെന്ന് നിന്നെ അറിയിക്കാതെ ഞാൻ അടങ്ങത്തില്ല. ശ്വാസം മുട്ടിച്ച് നീ ഒത്തിരി എണ്ണത്തെ നൈലിൽ കൊന്നെങ്കിൽ ചെങ്കടലിൽ വെച്ച് ഞാൻ തീർക്കും, ചെങ്കടലിൽ വെച്ച് ഞാൻ പകരം ചെയ്യും. യെസ്, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. ശ്വാസം മുട്ടി മരിക്കുന്നതിന്റെ സുഖം എന്താണെന്ന് നീ അറിഞ്ഞേ പറ്റുള്ളൂ. കാര്യം നീ തൊട്ടത് എൻ്റെ കുഞ്ഞുങ്ങളെയാണ്. എടാ അപ്പനമ്മമാരെ തൊട്ടാ കുഴപ്പമില്ല, പിള്ളേരെ തൊട്ടാ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. യെസ്, ആദ്യത്തെ സെഷനിൽ പറഞ്ഞ ദൂത് പോലെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാ. പിള്ളേരെ തൊടുന്ന പൈശാചിക അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. അടുത്ത ജനറേഷൻ ജനിക്കാൻ പോകുകയാ. നിന്റെ കൈവപ്പിനാൽ ഒരു ആത്മാവ് രക്ഷയിലേക്ക് വരാൻ പോകുകയാ. അത് ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടവനാകട്ടെ, യേശു അവരെ തൊടാൻ പോകുകയാ. നിങ്ങൾ മുഖാന്തിരം
ആഹിബഹ അർത്ഥ ബഹലി ഖദർ ബിഹംദലയ ബശംദരാദന അർത്ഥ മഹസിയാന യുപിയിലെ ആലയമായി അടച്ചതുകൊണ്ട് ആഹാസേ നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. ഛത്തീസ്ഗഡിലെ ആലയം അടച്ചതുകൊണ്ട് പിശാചേ നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. നൈജീരിയയിൽ കൂട്ടക്കൊല ചെയ്തതുകൊണ്ട് നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. 10,000 തലയറുത്ത് സിറിയയിൽ രക്തപ്പുഴ ഒഴുക്കിയത് കൊണ്ട് നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. ഒരു ഹിസ്കിയാവ് വരുന്നുണ്ട്. ആഹാസിന്റെ കാലം സഭയുടെ ഡെഡ് എൻഡ് അല്ല. ആഹാസിന്റെ കാല ഡെഡ് എൻഡ് അല്ല, ഡെഡ് എൻഡ് അല്ല, അല്ല അല്ല. ഇതിനപ്പുറത്തൊരു ഹിസ്കിയാവ് വരുന്നുണ്ട്. 2026 സഭയുടെ വർഷമാണ്. സഭയുടെ വർഷമാ, സഭയുടെ വർഷമാ, സഭയുടെ വർഷമാ, സഭയുടെ വർഷം. ഉസിയാവ് ആലയത്തിൽ നിന്ന് പുറത്തുപോയി. യോഥാം ആലയത്തിലേക്ക് കടന്നില്ല. അഹാസ് ആലയത്തിന്റെ വാതിലടച്ചു. ഫൈനലി 29 അധ്യായം 3 വാക്യം പ്ലീസ്. 29:3. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ, ഹിസ്കിയാവിനെ കുറിച്ച് വായിക്കുക. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് 2026 ആദ്യ മാസത്തിൽ ഈ വചനം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുകയാ. ഹിസ്കിയാവ് തന്റെ വാഴ്ചയുടെ 1-ാം മാസത്തിൽ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. എല്ലാരും ചേർന്ന് പറ, വാതിലുകൾ തുറന്നു. പോരാ, ഇത്രയും ആയിരക്കണക്കിന് ദൈവമക്കളായി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ശബ്ദം പോരാ. കമാൺ, കര ഉയർത്തി പറ, വാതിലുകൾ തുറന്നു. ഇതൊരു പ്രൊഫറ്റിക് ആക്ഷനാ. അടച്ചവന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാ. വാതിലുകൾ തുറന്നു. പറ പറ. അടുത്ത ലീഡർഷിപ്പിലേക്ക് വരേണ്ടവർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പൻ്റെ അനുഗ്രഹം കിട്ടേണ്ട മക്കൾ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ചുമ്മാണ്ട് വായ് ഇവിടെ ചിരിക്കരുത്. വാ തുറന്ന് ആക്ട് ചെയ്ത് പറ, വാതിലുകൾ തുറന്നു. 3 രാജാക്കന്മാർ, 1 ആലയത്തിൽ നിന്ന് പുറത്തായി, 2 ആലയത്തിൽ കയറിയില്ല, 3 ആലയത്തിന്റെ വാതിൽ അടച്ചു. അതോടുകൂടെ കഥ തീർന്നെന്ന് വിചാരിക്കരുത്. ഈ ക്ലോക്ക് പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലം വരികയാ. അതാണ് 2026. ഇത് ഹിസ്കിയാവിന്റെ കാലമെന്ന് ഞാൻ പ്രവചിച്ചു തുടങ്ങുന്നു. ഈ ആണ്ടിന്റെ 1-ാം മാസം ഹിസ്കിയാവ് എന്ത് ചെയ്തോ അത് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുകയാ. അത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ സംഭവിക്കാൻ പോകുകയാ. എവിടെയെല്ലാം പെർസിക്യൂഷൻ ശക്തമാണോ, ഏതെല്ലാം സ്റ്റേറ്റിൽ, ഏതെല്ലാം രാജ്യത്ത് ഉപദ്രവങ്ങൾ ശക്തമാണോ, അതിലേക്ക് 2 ദിനവൃത്താന്തം 29:3 ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾ ആത്മാവിൽ അയക്കുകയാ. ഈ പ്ലാറ്റ്ഫോം ഒരു സഭയുടെ മാത്രം പ്ലാറ്റ്ഫോം അല്ല. ഈ പ്ലാറ്റ്ഫോം രാജ്യത്തിന്റെ പ്ലാറ്റ്ഫോമാണ്. രാജ്യത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, അതോറിറ്റിയുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ ഗർജിക്കുകയാണ്. ഹിസ്കിയാവ് എഴുന്നേൽക്കുകയാ. ഹിസ്കിയാവ് എഴുന്നേൽക്കുകയാ. ആഹാസിനെ തട്ടി തെറിപ്പിച്ചിട്ട് അത് ഹിസ്കിയാവ് എഴുന്നേൽക്കുകയാ. ആരുടെയും സിംഹാസനം ആമേൻ ആമേൻ സ്ഥിരമല്ല. ആരുടെയും സിംഹാസനം സ്ഥിരമല്ല. തട്ടി തെറിപ്പിച്ചൊരു ഹിസ്കിയാവ് വരികയാ. ഈ ദൂത് ദഹിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. കരബലം കൊണ്ടടയ്ക്ക്, പണബലം കൊണ്ടടയ്ക്ക്, പിടിപാട് കൊണ്ടടയ്ക്ക്, രാഷ്ട്രീയ ബലം കൊണ്ടടയ്ക്ക്, പൊതുജനത്തിന്റെ ബലം കൊണ്ടടയ്ക്ക്. നീ എന്ത് ബലം കൊണ്ടടച്ചാല് അഭിഷേകമുള്ളവൻ തുറക്കും. 6000 മിനിമം 6000 വർഷത്തെ മരണത്തിന്റെ പാരമ്പര്യ ഒറ്റ ഉയർപ്പ് കൊണ്ട് എൻ്റെ യേശു അഴിച്ചെങ്കിൽ ഇന്ന് രാവിലെ എന്തുകൊണ്ട് പിശാച നീ കെട്ടിയാൽ, പിടിപാട് കൊണ്ട് കെട്ടിയാൽ, ആൾബലം കൊണ്ട് കെട്ടിയാൽ, പണബലം കൊണ്ട് കെട്ടിയാൽ, രാഷ്ട്രീയ ബലം കൊണ്ട് കെട്ടിയാൽ, എന്തുമാകട്ടെ, ഇന്ന് പകൽ ആരാധിക്കാൻ ദൈവമക്കൾ ഇവിടെയുണ്ട്. ആലയം നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുമ്പോൾ ആമേൻ ആമേൻ ധൂപവർഗത്തിലെ പുക ഉയരുന്നത് പോലെ ഈ ആലയത്തിൽ നിന്ന് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും പുക ഉയർന്ന് അടച്ചു വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആലയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിൽ തുറക്കട്ടെ.
hadara 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 amdala bamdala 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 ragadaga jana hadariga babu shabada janaga shamdara adana artha bahal ki bahasatha deniya bahazi ha 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 adar gamani ga baushamda radana artha bahal khibata janaga baushasi amdale bamthale barthani alka banaga saintbi arka balhata rama hasi antania amda labra baha satalaya makana artha laya mashamda laya makana യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഒരു ചെറിയ മനുഷ്യന്റെ കൈപ്പത്തി പോലെ മാത്രമേ മേഘം ഉയരുന്നുള്ളെങ്കിൽ ഒരു ചെറിയ മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഇന്ത്യ മഹാരാജ്യം വലുതാണ്. അതിൻ്റെ അകത്ത് ഈ സഭ ഒരു ചെറിയ മനുഷ്യന്റെ കൈപ്പത്തി പോലെ. ഇവിടെ നിന്നൊരു ചെറിയ മേഘ, പക്ഷെ പെയ്യാൻ പോകുന്ന മഴ വലിയതാണ്. മേഘം ചെറുത്, മഴ വലിയത്. മേഘം ചെറുത്, മഴ വലിയത്. തൊട്ടപ്പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ കുറച്ചു പേരാണ്. ഇതിൻ്റെ അകത്ത് അധികം പേരുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുന്നത് കുറച്ചു പേർ, പക്ഷെ പെയ്യാൻ പോകുന്ന മഴ വലിയത്. സ്വീകരിക്കുക സ്വീകരിക്കുക. അറബി അംദൽ ഖമനിക ബൗഷസിയാര കർത്തൃദാസൻ ആരംഭത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് ആത്മാവിന്റെ അസാധാരണ പകർച്ച വെളിപ്പെടുന്നുണ്ടായിരുന്നു. ഈ വർഷം ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത പകർച്ച ദൈവസഭയ്ക്കകത്തേക്ക് ദൈവം അയക്കുകയാ. വിളിച്ചിട്ട് വരാത്തവർ വിളിക്കാതെ വരാൻ പോകുകയാ, വിളിക്കാതെ വരാൻ പോകുകയാ. ഇത് ആത്മപകർച്ചയുടെ സമയ, ഇംപാർട്ടേഷന്റെ സമയ. കമാൻ, ഇപ്പോൾ അഭിഷേകം പ്രാപിക്കാത്തവർ പ്രാപിക്കട്ടെ, അന്യഭാഷ പറയാത്തവർ പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാത്തവർ റിസീവ് ചെയ്യട്ടെ. ഹിസ്കിയാവിന്റെ കാലം വരികയാ. Amdabana Batabala Bartabala Bamta Raja Amdal Khani Bartabana Adagachana Badagal Kara Amadakala Hastana Bahamdani. പുതിയ ജോലിയുടെ വാതിൽ തുറക്കുകയാ, പുതിയ ബിസിനസിന്റെ വാതിൽ തുറക്കുകയാ, പുതിയ രാജ്യത്തിന്റെ വാതിൽ തുറക്കുകയാ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസിനുള്ള വാതിൽ തുറക്കുകയാ, നിന്റെ ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാനുള്ള വാതിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാ, നിന്റെ കടഭാരം നീങ്ങാനുള്ള വാതിൽ തുറക്കുകയാ. ഇത് ഹിസ്കിയാവിന്റെ കാല, ഹിസ്കിയാവിന്റെ കാല, ഹിസ്കിയാവിന്റെ കാല. യേശുവിന്റെ നാമത്തിൽ ഇത് ഹിസ്കിയാവിന്റെ കാല. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുകയാണോ എന്ന് ചിന്തിക്കുന്ന നിന്നെ തകർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പൊക്കിയെടുക്കാൻ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഇതുവരെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് സൗഖ്യമാകാത്ത ചില മേഖല ഈ ആരാധനയിൽ ഹീലാവുകയാണ്. ഭൂതം കെട്ടിയത് ഇന്ന് രാവിലെ അഴിയുകയാ, ആഭിചാരം ബന്ധിച്ചത് ഇന്ന് രാവിലെ അഴിയുകയാ, മന്ത്രവാദം ബന്ധിച്ചത് ഇന്ന് രാവിലെ അഴിയുകയാ. നിത്യജീവനായി നിയമിക്കപ്പെട്ട സകലരും യേശുവിനെ വിശ്വസിക്കാൻ പോകുന്നു. ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടാൻ പോകുകയാ. നീ പ്രാർത്ഥിക്കുന്ന രോഗി സൗഖ്യമാകും. അവർ ആലയത്തിൽ വന്ന് രക്ഷിക്കപ്പെടും, അവർ സ്നാനപ്പെടും, അവർ അഭിഷേകം പ്രാപിക്കും, അവർ നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കും. നീ പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗി സൗഖ്യമാകും, അവർ രക്ഷിക്കപ്പെടും, അവർ നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കും, അവർ സ്നാനപ്പെടും, അഭിഷേകം പ്രാപിക്കും, അപ്പം നുറുക്ക്. അങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനത്തെ ഉറപ്പിച്ച് ആയിരക്കണക്കിന് പേർ ഈ ആണ്ടിൽ സ്നാനമേറ്റ് സഭയോട് ചേരുകയാ. ഭജന ഭജന രഗത ജനക ബൗഷമത ജനക സിയാര. അതിനെതിരെ ഉയരുന്ന എല്ലാ അന്ധകാരത്തിന്റെ ഭജനകളും അന്ധകാരത്തിന്റെ ആലോചനകളും അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാവിലെ മെഴുക് പോലെ ഉരുകട്ടെ, മെഴുക് പോലെ ഉരുകട്ടെ. ചിലരുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ അറിയുന്നു. ആരും കൈവെക്കാതെ ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ പവർ. ശുശ്രൂഷകൾക്ക് കൈമാറ്റം വരുന്ന സമയങ്ങളാ. ശുശ്രൂഷ കൈമാറാൻ പോകുകയാ. അപ്പന്റെ ശുശ്രൂഷ മകനിലേക്ക്, നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കുക. ചിലരിലോട് ദൈവാത്മാവ് പ്രവചിക്കുകയാ. നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കുക. കൈവച്ച് ചിലതിനെ പരസ്യമായി വേർതിരിക്കുന്ന സമയ, ചിലതിന്റെ ഓർഡിനേഷൻ കൊടുത്ത് മാറ്റിയെടുക്കുന്ന സമയ, ചിലതിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയം. 2026 നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ തലമുറ മിനിസ്ട്രി ചെയ്യുന്നത് നീ കാണുന്നൊരു കാലം വരാൻ പോകുകയാ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് നിന്റെ തലമുറ ശുശ്രൂഷ കൈയേൽക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ 2026